നമസ്കാരം. നമ്മുടെ നീറ്റ് എക്സാമും നെറ്റിൻ്റെ എക്സാമും അങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസൊക്കെ ഉടനെ തന്നെ ഉണ്ടാവുന്നതാണല്ലോ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികൾ ഗൈഡൻസിനും കൗൺസിലിങ്ങിനും ഒക്കെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ജനറലായിട്ട് ഈ കുട്ടികളുടെ അടുത്ത് നിന്ന് കിട്ടിയ കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ്, കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഞാനൊരു സെഷൻ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. എല്ലാവർക്കും ഉപയോഗപ്പെട്ടോട്ടെ നെക്സ്റ്റ്. അതായത് അവർ പൊതുവേ നമ്മുടെ അടുത്ത് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസാണ്. എപ്പോഴാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, പിന്നെ ഉച്ചയുറക്കമാകാമോ, പഠിക്കുന്ന സ്ഥലത്തിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ, ഇരുന്ന് പഠിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ, കൂടുതൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അത് ചോദിച്ചത്. അപ്പം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എപ്പോഴാണ് പഠിക്കേണ്ടത്? അതിങ്ങനൊരു ചോദ്യം സാധാരണക്കാർക്ക് കേൾക്കുമ്പോൾ ചിരി വരുമായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള നെറ്റ് എക്സാം അല്ലെങ്കിൽ നീറ്റ് എക്സാം പോലെയുള്ള എക്സാംസൊക്കെ കുട്ടികൾ ഒരേ ഇരിപ്പിലിരുന്ന് കണ്ടിന്യൂസ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് രാവെന്നോ പകലെന്നോ ഇല്ലാത്ത ഒരു കണ്ടിന്യൂറ്റിയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാസങ്ങളോളം റിപ്പറ്റീഷൻ വരാറുണ്ട്. അപ്പോൾ വർഷങ്ങളോളം ഒക്കെ ഇതിങ്ങനെ പോകുമ്പോഴത്തേക്കിനും ഇവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഞാൻ പഠിക്കുന്ന സമയം ശരിയല്ലേ, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന രീതി ശരിയല്ലേ എന്നൊക്കെ വെച്ചിട്ടാണ് ഇവർ കുറച്ച് ആങ്സൈറ്റി ഒക്കെ ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എപ്പോഴാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് എന്തായാലും ഇങ്ങനത്തെ എക്സാംസിന് നമുക്ക് മോർണിംഗും ഈവനിങ്ങും ഒക്കെ പഠിച്ചേ പറ്റുള്ളൂ. ഈവൻ നൈറ്റ്സിലും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഈ ഒരു സമയം നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി വരുന്നത് മോർണിംഗ് ടൈമിലാണ്, ഏർലി മോർണിംഗ് ടൈമിലാണ് വരുന്നത്. ദാറ്റ് ഈസ് ഫ്രം ഒരു 4:30 ഓൺവേർഡ്സ് നമുക്ക് നല്ല ഫ്രഷായിട്ട് പഠിക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെ വരണമെങ്കിൽ വി ഷുഡ് ഹാവ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ്. അഥവാ നമ്മളൊരു സ്ലീപ്പ് ഹൈജീൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിരിക്കണം. എന്താണ് സ്ലീപ്പ് ഹൈജീൻ? സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മിനിമം എമൗണ്ട് ഓഫ് സ്ലീപ്പ് നമുക്ക് ഡെയിലി കിട്ടണം. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ ടെൻഷൻ അടിക്കുന്ന കാരണം ഇവർ രാത്രിയിൽ വളരെ ലേറ്റ് നൈറ്റ് ഇരിക്കുകയും ഏർലി മോർണിംഗ് എണീക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോഴേ ഈ ഏർലി മോർണിംഗ് സ്റ്റഡി ഗ്രാസ്പിംഗ് പവർ നമുക്ക് മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടത്തില്ല. വൈ? ബിക്കോസ് അവർ ബ്രെയിൻ ഹാസ് നോട്ട് ബീൻ ഗിവൺ ഇനഫ് റെസ്റ്റ്. ബ്രെയിൻ എന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീന് റെസ്റ്റ് കൊടുത്താൽ മാത്രമേ അടുത്ത ദിവസം രാവിലെ അതിന് വളരെ ഫ്രഷായിട്ട് എഴുന്നേറ്റ് വരാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളൊരു മിനിമം 6 hours സ്ലീപ്പെങ്കിലും നമ്മുടെ ബ്രെയിനിന് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്ലീപ്പ് ഹൈജീനിൽ പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നൈറ്റിലെ 12 to 4 നമ്മൾ ഉറങ്ങിയിരിക്കണം. ഈ 12 to 4 എന്ന് പറയുന്നത് നമ്മുടെ സ്ലീപ്പ് സൈക്കിളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡാണ്. നമ്മൾ സാധാരണഗതിയിൽ കുട്ടികൾക്കൊക്കെ 8 hours സ്ലീപ്പ് വേണം എന്നൊക്കെ പറയുമെങ്കിലും പൊതുവെ നമുക്കങ്ങനെ പറ്റാറില്ല. എന്നാൽ പോലും 6 hours സ്ലീപ്പ് മിനിമം നമ്മൾ വേണം. 4 മണിക്ക് എഴുന്നേൽക്കണം എന്ന് ഒരു കുട്ടി വിചാരിച്ചാൽ ആ കുട്ടി മിനിമം എത്ര മണിക്ക് ഉറങ്ങിയിരിക്കണം? രാത്രി 10 മണിക്കെങ്കിലും ആ കുട്ടി ഉറങ്ങിയിരിക്കണം. സോ യു ഹാവ് ടു ഗോ ടു ബെഡ് അറ്റ്ലീസ്റ്റ് ബൈ 9:30 സോ ദാറ്റ് യു ക്യാൻ സ്ലീപ്പ് ബൈ 10. അപ്പോൾ 10 തൊട്ട് 4 മണി 4:30 വരേക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇനഫ് സ്ലീപ്പ് നിങ്ങൾക്ക് ആ സ്ലീപ്പ് ഹൈജീൻ ബേസ് ചെയ്തിട്ട് കിട്ടുകയും ദ വെരി നെക്സ്റ്റ് മോർണിംഗ്, ഏർലി മോർണിംഗ്, we will get up with a fresh brain, fresh mind and fresh body. അപ്പോൾ അങ്ങനെ നമ്മൾ ആ രാവിലെ നമ്മൾ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഡേ അല്ലെങ്കിൽ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റിൽ നമ്മളൊരു 2 hours സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന പോർഷൻസിന് നമുക്ക് ഒരു 1 hourലെങ്കിലും നമുക്കത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. പ്ലസ് പലപ്പോഴും എൻ്റെ സ്വന്തം അനുഭവത്തിൽ നമ്മൾ പറയണം, റിസർച്ച് ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടാകുന്നതാണ് പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ സ്റ്റക്കായിരിക്കും. ചില ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഇതെന്തുകൊണ്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്ന് ഞങ്ങൾ സ്റ്റക്കായിരിക്കുന്ന പല സമയങ്ങളിലും ഇങ്ങനെ നമ്മൾ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബ്രെയിനിനെ ഓടിച്ചാൽ അതിന് ഉത്തരം കിട്ടില്ല. പക്ഷേ ഇതുപോലെ നമ്മൾ വളരെ ടയേർഡായിട്ട് നല്ലപോലെ ഉറങ്ങി എഴുന്നേറ്റ് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ഡയറക്റ്റ്ലി നമുക്ക് ആൻസർ കിട്ടുക ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാൻ നമ്മുടെ ബ്രെയിൻ നമ്മളെ വിട്ടില്ല. ബിക്കോസ് ഇറ്റ് വാസ് ഹെവിലി ടയേർഡ്. അതുകൊണ്ട് നമുക്ക് ഇനഫ് സ്ലീപ്പ് കൊടുത്തതിന് ശേഷം ഏർലി മോർണിംഗിൽ എഴുന്നേറ്റിരുന്ന് പഠിക്കുമ്പോൾ ആ പീരീഡിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് ഇമ്മൻസ് ആയിട്ടുള്ള പോർഷൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഏർലി മോർണിംഗ്, ദെൻ ആഫ്റ്റർ ദാറ്റ്, അപ്പോൾ നമുക്ക് ഏർലി മോർണിംഗിൽ തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ
ഒരാളുടെ തലച്ചോറിന് ഒരു ഒരു ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുക്കണം. ഇടയ്ക്കൊരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ബ്രേക്ക് നിങ്ങൾ ഇടയ്ക്ക് കൊടുക്കുക. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈച്ച് പേഴ്സൺ. ചിലർക്ക് 1 അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റും, ചിലർക്ക് ഹാഫ് ആൻ അവർ കഴിയുമ്പോഴത്തേക്കും ഡിസ്ട്രാക്റ്റഡ് ആവും. അത് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് പേഴ്സൺ. അത് അയാളുടെ ആ ഒരു രീതി അനുസരിച്ച്. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് ഡിസ്ട്രാക്റ്റഡ് ആകുമെന്ന് തോന്നുന്ന സമയത്ത് ഒരു 5 മിനിറ്റ്സ് എഴുന്നേറ്റ് നിൽക്കുക, നടക്കുക, അല്ലെങ്കിൽ ഒന്ന് റൂം റൗണ്ട് അടിച്ച് വരിക, അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങി ഗാർഡനൊക്കെ ഒന്ന് നോക്കുക, പ്രകൃതി ഒന്ന് ആസ്വദിക്കുക, ജസ്റ്റ് ഫോർ 5 മിനിറ്റ്സ്. എന്നിട്ട് തിരിച്ചു വന്നിരിക്കുക. അപ്പോൾ കുറച്ചൊരു ഡിസ്ട്രാക്ഷൻ മാറി കിട്ടും. ദാറ്റ് ഈസ് വൺ തിങ്. അനദർ തിങ് ഈസ്, നമ്മൾ ഈ മോർണിംഗിൽ പഠിച്ചു തുടങ്ങിയല്ലോ, 4:35 നിങ്ങൾ പഠിച്ചു തുടങ്ങിയെന്ന് വെച്ചോ. അങ്ങനെ പഠിച്ച് യു ക്യാൻ കണ്ടിന്യൂ അപ് ടു ഒരു 11, 11:30, 12, 1 PM വരെയൊക്കെ നിങ്ങൾക്ക് പോവാം. ഇത് എസ്പെഷ്യലി ഞാൻ പറഞ്ഞത് നമ്മുടെ സമ്മർ സീസൺ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ 2024 ഏപ്രിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ചൂട്, കേരളത്തിലെ ചൂട് അതിഭയങ്കരമായിട്ടുള്ള ചൂടാണ്. ഇന്ത്യ മൊത്തം അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മെയ് എന്ന് പറയുന്ന സമയത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഉച്ചയൊക്കെ ആകുന്ന സമയത്ത് ഭയങ്കര ചൂടാണ്. നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ഔട്ട് ആവുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇരുന്ന് നമ്മുടെ ബോഡിയെ ടോർച്ചർ ചെയ്തിട്ട് അയ്യോ എനിക്ക് എക്സാം ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇനിയും ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ആ ഒരു പീക്ക് നൂൺ ടൈമിൽ നമ്മളെ ബോഡി നമ്മൾ ടോർച്ചർ ചെയ്യാതിരിക്കുക, എസ്പെഷ്യലി ഫോർ ദ സ്റ്റഡീസ്. കാരണം നമ്മൾ അവിടെ പോയിരുന്നിട്ട് നമ്മൾ ആ സമയത്ത് മാക്സിമം തലയിലേക്ക് കയറ്റാൻ നോക്കുകയും ചെയ്യും. ഈ ചൂടും വിയർപ്പും ഡീഹൈഡ്രേഷനും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളൊക്കെ കാരണം തലയിലേക്ക് കയറാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷൻ വരും. അതിൻ്റെ ആവശ്യമില്ല. എന്ത് ചെയ്യണം, ഒരു 12, 1 മണിയൊക്കെ ആവാം. നമുക്ക് എപ്പോഴാണോ ഒരു ചൂട് അധികമായി വരുന്നു, എനിക്ക് ഭയങ്കര ഡിസ്കംഫേർട്ട് തോന്നുന്നു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അവിടെ വെച്ച് ഒരു ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്ക് യു ക്യാൻ കണ്ടിന്യൂ അപ് ടു ഒരു 3 PM. കാരണം നമ്മളിപ്പോഴും നമ്മുടെ വിദഗ്ധർ പറയുന്നത് എന്താണ്, ഒരു 12 to 3:30 എന്നുള്ള ആ വെയിൽ നമ്മൾ ഡയറക്റ്റ്ലി കൊള്ളാൻ പാടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറയുന്നത് നമ്മൾ വീട്ടിൻ്റെ വെളിയിലിറങ്ങി പോകാതെ തന്നെ നമ്മൾ വീട്ടിനകത്തിരുന്നു കൊണ്ടും ഈ ഡയറക്റ്റ് സൺലൈറ്റ് ചിലപ്പം ആ സമയത്ത് നമ്മൾ ജനലിൽ കൂടിയൊക്കെ അടിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ആ പൊസിഷനിൽ നിന്ന് മാറിയിരിക്കുക. കാരണം അതൊക്കെ നമ്മുടെ കണ്ണിലോട്ടൊക്കെ അടിക്കുമ്പോൾ നമ്മൾ വല്ലാണ്ടൊക്കെ ടയേർഡായി പോവുക ചെയ്യുന്നത്. സോ ആ സമയത്ത് ഒരു 1 to 3 അല്ലെങ്കിൽ 12 to 3 എന്നുള്ളൊരു സമയത്ത് നിങ്ങൾ മറ്റ് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. നമ്മളൊരു മനുഷ്യനാണല്ലോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. തുണി അലക്കാനുണ്ടാവും, അല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടാവും, പാത്രം കഴിക്കാനുണ്ടാവും, ആഹാരം കഴിക്കാനുണ്ടാവും, പേഴ്സണൽ ഹൈജീൻ. കുട്ടികൾ പൊതുവേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾ പേഴ്സണൽ ഹൈജീൻ അല്ലെങ്കിൽ പേഴ്സണൽ എക്സസൈസിനൊക്കെ ഉള്ള സമയം പലപ്പോഴും അവർക്ക് കിട്ടാറില്ല. എനിവേസ് പേഴ്സണൽ ഹൈജീൻ നമ്മളൊരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. കുളിക്കുക, അവനവൻ്റെ വസ്ത്രം കഴുകുക, കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഈ ഒരു ടൈം യൂസ് ചെയ്യുക. അതൊരു 3:30 നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 4 വരെയൊക്കെ ഭയങ്കര ചൂടാണ്. എന്നാലും ഞാൻ പറയുകയാണ് 3:30 വരെ നിങ്ങളൊരു ഗ്യാപ്പ് എടുക്കുക. ഇനി ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ടൈപ്പ് ആൾക്കാരാണെങ്കിൽ ഉച്ചയ്ക്ക് ആ സമയത്ത് ചെറിയൊരു നാപ്പ് എടുക്കുക. ആ സമയത്ത് ഉറങ്ങുന്നത് കൊണ്ട് അയ്യോ എൻ്റെ വിലപ്പെട്ട സമയം ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ, ആ സമയത്ത് ഞാൻ പഠിച്ചില്ലല്ലോ, സമയം വേസ്റ്റ് ആയല്ലോ എന്നാണ് കൂടുതൽ കുട്ടികളും ചിന്തിക്കുന്നത്. പക്ഷേ നാപ്പ് എടുക്കാത്തവരെ എടുക്കാൻ ഞാൻ പറയില്ല. അങ്ങനെ എടുത്ത് ശീലമുള്ള കുട്ടികൾക്ക് അപ്പോൾ ഒരു പവർ നാപ്പ് പോലെ വരും. ഒരു 20 മിനിറ്റ്സ് ഒന്ന് മയങ്ങാൻ പറ്റിയാൽ ചിലർക്ക് അതൊരു പവർ നാപ്പായിട്ട് തന്നെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് പിന്നെയും റിഫ്രഷ്ഡായിട്ട് എഴുന്നേക്കാൻ പറ്റാറുണ്ട്. അപ്പം ഞാൻ ഈ സൂര്യപ്രകാശത്തിൻ്റെയും ചൂടിൻ്റെയും കാര്യമൊക്കെ പറഞ്ഞത് സാധാരണ രീതിയിൽ വീട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികളെ കുറിച്ചാണ് കേട്ടോ. AC-യിൽ നിന്ന് പഠിക്കുന്നവരെ കുറിച്ചല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരുണ്ട്, അല്ലാതെ വീട്ടിൽ നിന്ന് പഠിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു വെയിൽ നമ്മുടെ ഉച്ചസ്ഥായിൽ എത്തിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഡിസ്കംഫേർട്ട് തോന്നുവാണെങ്കിൽ ആ സമയത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കാം. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റു കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുക. അപ്പോൾ അതൊരു വേസ്റ്റ് ഓഫ് ടൈം ആകുന്നേ ഇല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ഇനി അതിനുശേഷം നമ്മൾ ഈവനിങ്ങിലേക്ക് കടക്കുന്നു. ഈവനിങ് ഒരു 4 PM ടു നമ്മൾ നൈറ്റ് ഒരു 9 വരെ പഠിക്കുന്നു എന്ന് വെച്ചോ. 8:30, 9 വരെ പഠിക്കുന്നു എന്ന് വയ്ക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് 5, 6, 7, 8, 9, 5 hours ഇരിക്കാൻ ആർക്കും പറ്റില്ല. ഇതിനിടയ്ക്ക് ഒരു 2 hours കഴിയുമ്പം ചെറിയൊരു ബ്രേക്ക്, ഒരു ചായ ബ്രേക്ക് അങ്ങനെ എന്തെങ്കിലും എടുക്കുക. 10 മിനിറ്റ് ഒന്ന് കറങ്ങി അടിച്ചിട്ട് വന്നിട്ട് ദെൻ യു കണ്ടിന്യൂ യുവർ സ്റ്റഡീസ്. അതാണ് ടൈമിനെ പറ്റി നമുക്ക് പറയാനുള്ളത്.